നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് UPSC പ്രീവിയസ് ചോദ്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നിന്നുള്ളത്. അതിനകത്ത് ഒന്നാമത്തത് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും, രണ്ടാമത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടതും, മൂന്നാമത്തത് നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് തന്നെ റെബലിയൻസും റിവോൾട്ടും ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ മിക്കവാറും ഇപ്പൊ PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് in India, among the following location, the Dutch established their earliest factory at. ഇത് 2011 ചോദ്യമാണ് കേട്ടോ, 2011 ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള ഒരു ചോദ്യമാണ് ഇതല്ലേ. ഡച്ചുകാര് ആദ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തത്, അവരുടെ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് താഴെ പറയുന്നതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ താഴെ പറയുന്നതിനകത്തെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യത്തേതല്ല ആവശ്യം, ഈ പറയുന്ന കൂട്ടത്തിൽ ഏതാണ്? സൂററ്റ് ആണോ, പുലിക്കട്ടാണോ, കൊച്ചിനാണോ, കാസിം ബസാറിലാണോ ഡച്ചുകാർ ആദ്യമായി ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, പുലിക്കട്ടിലാണ്. ഈ പറഞ്ഞതിനകത്താണ് കേട്ടോ. അതായത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് ആദ്യത്തെ ഫാക്ടറി എവിടെയാണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. 1605 ആദ്യത്തെ ഫാക്ടറി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അത് എവിടെയായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. മസൂലി പട്ടണത്തിലായിരുന്നു അല്ലെ. ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്തിലാണ് ആദ്യത്തെ ഡച്ചുകാരുടെ ഫാക്ടറി 1605. ഇനിയും രണ്ടാമത്തെ ആളാണ് പുലിക്കട്ട്. അപ്പൊ ആദ്യം എവിടെയായിരുന്നു? ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്തിൽ 1605 രണ്ടാമത് ഫാക്ടറി സ്ഥാപിച്ചതാണ് പുലിക്കട്ട്. അത് ഏത് വർഷം? തൊട്ട് ഒരു 5 വർഷം കഴിഞ്ഞപ്പം 1610 പുലിക്കട്ടിലെ ഫാക്ടറി സ്ഥാപിച്ചത്. അതിനുശേഷം സൂററ്റില് ഒരു 6 വർഷം 1616 സൂററ്റിൽ സ്ഥാപിക്കുന്നു. അതിനുശേഷം ബിമിലി പട്ടണത്തില് 1641 ചിൻസുരയില് 1653. ആ രണ്ട് പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഫാക്ടറി ഡച്ചുകാരെടുത്ത് ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണം 1605, രണ്ടാമത് പുലിക്കട്ട് 1610, മൂന്നാമത്തത് 1616 സൂററ്റ്, നാലാമത്തത് 1641 എവിടെയാണ്? ബിമിലി പട്ടണത്തിലും 1653 ചിൻസുര എന്ന് പറയുന്ന സ്ഥലത്തുമാണ് ഡച്ചുകാര് ഫാക്ടറി സ്ഥാപിച്ചത്. പഠിച്ചല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഇത് നമ്മുടെ PSC റിപ്പീറ്റഡ് ചോദ്യമാണ്. ദ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ, ഓപ്ഷൻ എ, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ഒപ്പോസ് ദ റിവോൾട്ട് ഓഫ് 1857, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഒപ്പോസ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. ഓപ്ഷൻ ബി, റിമൈൻ ന്യൂട്രൽ ടു ദ റിവോൾട്ട് ഓഫ് 1857, അതായത് ന്യൂട്രൽ ആയിട്ടാണ് അവർ പെരുമാറിയത്. ഫോർട്ട് എഗൻസ്റ്റ് നേറ്റീവ് റൂളേഴ്സ്. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഒരു എങ്ങനെയായിരുന്നു അവരുടെ ഒരു പെരുമാറ്റം ഈ ഒരു റിവോൾട്ടിനോട്, അതാണ് നമ്മുടെ ചോദ്യം. ഇതൊരു പ്രീവിയസ് ചോദ്യം കൂടെയാണ്, നമ്മുടെ PSCക്കും ഇത് ചോദിക്കാറുണ്ട്. അപ്പം ആൻസർ നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. റിമൈൻ ന്യൂട്രൽ ടു ദ റിവോൾട്ട്. ഈ മിഡിൽ ക്ലാസ്സുകാര്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സുകാര് ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തോട് ന്യൂട്രൽ ആയിട്ടായിരുന്നു നിന്നിരുന്നത്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, രാജ്യത്ത് മൊത്തമായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം പടർന്നില്ലായിരുന്നു. അത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രൂപ്പും, ഈ ഒരു ഇന്ത്യൻ സൊസൈറ്റിയുടെ എല്ലാ ഗ്രൂപ്പും ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. സൗത്ത് ആൻഡ് വെസ്റ്റ് ഇന്ത്യ റിമൈൻ ലാർജ്ലി ഔട്ട്സൈഡ് ദ ഫോൾഡ് ഓഫ് ദ റിവോൾട്ട്. ഈ സൗത്തും വെസ്റ്റും, ഇന്ത്യയുടെ സൗത്തും വെസ്റ്റും മൊത്തത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്ന ആൾക്കാരായിരുന്നു. സൗത്ത് ഇന്ത്യയും വെസ്റ്റ് ഇന്ത്യയും ഒന്നും തന്നെ ഇതിനകത്ത് പങ്കെടുത്തിരുന്നില്ല. മെനി ഇന്ത്യൻ റൂളേഴ്സ് റെഫ്യൂസ് ടു ഹെൽപ്പ് ദ റിബൽസ് ആൻഡ് സം വെയർ ഓപ്പൺലി ഹോസ്റ്റൈൽ ടു ദ റിബൽ ആൻഡ് ഹെൽപ്പ് ദ ബ്രിട്ടീഷ് ഇൻ സപ്രസിംഗ് ദ റിവോൾട്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മിക്ക ഇന്ത്യൻ റൂളേഴ്സും ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചവരായിരുന്നു. അവരെല്ലാം തന്നെ ബ്രിട്ടീഷുകാരെ ഈ ഒരു സമരം അടിച്ചമർത്താന് ഹെൽപ്പ് ചെയ്തു. അതായത് ഇവരെ അല്ല, ഈ റിവോൾട്ട് നടത്തുന്ന ആൾക്കാരെ അല്ല ഹെൽപ്പ് ചെയ്തത്. മിക്ക റൂളേഴ്സും ആരെയാണ്? ബ്രിട്ടീഷുകാരെ അടിച്ചമർത്താനാണ് ഹെൽപ്പ് ചെയ്തത്. അതുപോലെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? മിഡിൽ ക്ലാസ്, എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് എങ്ങനെയാണ് 1857 യുദ്ധത്തോട് പ്രതികരിച്ചതെന്നാണ് ചോദ്യം. അപ്പം ഈ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസും അപ്പർ ക്ലാസും എന്താണ് ചെയ്തിരുന്നത്? ഈ ഒരു റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ആൻസർ. ദ മിഡിൽ ആൻഡ് അപ്പർ ക്ലാസസ് ആൻഡ് ദ മോഡേൺ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്
ഓൾസോ ഡിഡ് നോട്ട് സപ്പോർട്ട് ദി റിവോൾട്ട്. ഈ ഒരു റിവോൾട്ടിനെ അവര് സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ ഒപ്പോസ് ചെയ്തോ? അതുമില്ല. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇന്ത്യൻ റൂളേഴ്സ് ഒപ്പോസ് ചെയ്തു, ബ്രിട്ടീഷുകാരെ സഹായിച്ചു. പക്ഷെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും അപ്പർ ക്ലാസ്സിലുള്ള മിഡിൽ ക്ലാസ്സും അവരെ ആൾക്കാരെല്ലാം തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ ഇന്ത്യൻസും എല്ലാം തന്നെ ഇതിന് ന്യൂട്രൽ ആയിട്ടായിരുന്നു, അതായത് സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്ന് പഠിച്ചു വെച്ചേക്കാം. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന വർഷമാണ് നോക്കേണ്ടത്. കൺസിഡർ ദി ഫോളോയിങ് ഇവന്റ്: ഇൻഡിഗോ റിവോൾട്ട്, സാന്താൾ റെബലിയന്, ഡെക്കാൻ റയോട്ട്, മ്യൂട്ടിനി ഓഫ് ദി സെപ്പോയ്. ഇതിനകത്ത് ഒരെണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഏറ്റവും ആദ്യം നടന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം വർഷം ഒന്ന് നോക്കാം. വർഷം നോക്കുന്ന സമയത്ത് ഇത് നമുക്കറിയാം, 1857 ഇത്, അല്ലെ? 1857. ഇനി ഇൻഡിഗോ റിവോൾട്ട് നടന്ന വർഷം എന്താണ്? 1860 ഇൻഡിഗോ റിവോൾട്ട് നടക്കുന്നത്. 1860. ഇനി സാന്താൾ കലാപം നടന്നത് 1855 കേട്ടോ. 55 മുതൽ 56 കാലഘട്ടത്തിലാണ് സാന്താൾ കലാപം നടക്കുന്നത്. അടുത്ത ഡെക്കാൻ റയോട്ട് എന്ന് പറയുന്നത് 1875 നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യം നടന്ന ഏതാണ്? സാന്താൾ കലാപം, അല്ലെ? അപ്പൊ രണ്ടാമത്തതാണ് 1. 2 ആദ്യം നടന്നു. അതിനുശേഷം ഏതാണ്? 57 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സോ 4ാമത്തെ ഓപ്ഷൻ ആണ് അടുത്തത് വരുന്നത്. അതിനുശേഷം ഏതാണ് നടന്നത്? ഇൻഡിഗോ കലാപം 1860. സോ 1 അടുത്ത ക്രോണോളജിക്കൽ ഓർഡർ. ഏറ്റവും ലാസ്റ്റ് ആണ് ഡെക്കാൻ റയോട്ട്. സോ 3. അതായത് ഇതിന്റെ ആൻസർ വരുന്നത് 2, 4, 1, 3. അപ്പൊ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. മ്യൂട്ടിനി ഓഫ് ദി സെപ്പോ 1857. അതിനുശേഷം ഇൻഡിഗോ റിവോൾട്ട് നടക്കുന്നത്, സാന്താൾ കലാപം 1855-56, ഇൻഡിഗോ റിവോൾട്ട് 1860, ഡെക്കാൻ റയോട്ട് 1875. ഈ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ കൂടെ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, പേഴ്സണലി അറിയില്ല. അത്രയും ഫാക്ട്സ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കുറയ്ക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ കുറച്ച് ലെങ്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് ഫാക്ട്സ് കുറയ്ക്കുന്നതാണോ? അത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് ആവശ്യമുള്ള ഫാക്ട്സ് മാത്രമാണ്. ഇനി അതല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൂട്ട് ഒരുപാട് ഫാക്ട്സ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പറയണം, അതാണ് ഞങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും കൂടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.